ഈ ഒരു സോങ് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആവാനുള്ള ഒരു റീസൺ അതിൻ്റെ ലിറിക്സും കൂടിയാണ്. അയ്യോ കാരണം തീർച്ചയായിട്ടും. കൈപിടിച്ച് നടത്തുന്ന സ്നേഹം എന്നൊക്കെ പറയും നമുക്കങ്ങ് വല്ലാണ്ട് ഈശോയുടെ ഒരു സ്നേഹം തോന്നുന്ന വരികൾ കൂടിയാണ്. അതെ, ഞാനിത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ തമിഴ് വേർഷൻ ഞാൻ പാടുന്നത്. ഓക്കെ. പിന്നീടാണ് ഇത് റിലീസായത്. ആ ഹാ ഹാ. പക്ഷെ ആ സമയത്ത് ഈ പാട്ടിൻ്റെ ആഴം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ന് യെസ്. വെച്ചാൽ അത്രയും മെച്യൂരിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല ഇല്ല. ഇതിൻ്റെ ലിറിക്സ് മനസ്സിലാക്കാനോ. ഉം ഹും ഹും. പക്ഷെ അന്ന് ദൈവാനുഗ്രഹം കൊണ്ട് അത് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ഉം ഹും ഹും. പക്ഷെ പിന്നീടാണ് ഇത്രയും നല്ല ഒരു ലിറിക്സ് ഉള്ള നല്ലൊരു സോങ് ആയിരുന്നു എനിക്ക് അന്ന് ദൈവം തന്നതെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നത്. അതെ അതെ. യെസ്. ഈ പാട്ടിൻ്റെ തമിഴ് വേർഷനും കൂടെ ഒന്ന് പാടാൻ പറ്റുമായിരിക്കുമോ? തീർച്ചയായിട്ടും പാടാം. ഓക്കെ. ஒன்றுமில்லாமலே நின்ற என்னை கைப்பிடித்து நடத்தும் பேரன்பு எந்தன் பெரும் குறைகள் கண்ட பின்னும் ஆ நெஞ்சோடு சேர்க்கும் பேரன்பு இந்த நல்ல தெய்வத்துக்கு நான் என்ன செய்து நன்றி சொல்லுவேன். எந்த நற்ப ஜீவியத்தை நான் உந்தன் முன்னே സമർപ്പിക്കലാം. ബ്യൂട്ടിഫുൾ. കാരണം മരിയയുടെ കരിയറിലൊരു വലിയൊരു ബ്രേക്ക് ത്രൂ തന്ന ഒരു സോങ് കൂടിയാണ്. ഓൾസോ എനിക്ക് തമിഴ് ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഭയങ്കര റെക്കഗ്നിഷൻ തന്ന ഒരു പാട്ടാണിത്. യെസ്. ജിനോ ചേട്ടനാണ് ഈ പാട്ട് തന്നത്. സോ താങ്ക് യു ജിനോ ചേട്ടൻ. താങ്ക്സ് ടു ജിനു കുന്നുമറത്തല്ലേ. ഓക്കെ. ഈ തമിഴൊക്കെ അപ്പോൾ എങ്ങനെയാ, ആരാ പഠിപ്പിച്ചതൊക്കെ? തമിഴ് പഠിപ്പിച്ചതൊന്നുമല്ല. അതിപ്പോൾ നമ്മൾ ഓരോ പാട്ട് പാടുമ്പോഴും അതിൻ്റെ ഡിക്ഷനൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും യൂഷ്വലി. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ പാടി കഴിഞ്ഞിട്ടൊരു കറക്ഷൻ അവർ പറഞ്ഞു തരും. അപ്പം അങ്ങനെ കറക്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ പാട്ടൊക്കെ ചെറുപ്പം തൊട്ടേ പഠിച്ച ആളായിരിക്കുമല്ലോ. പാട്ട് ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂ ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാൻ സ്കൂൾ ടൈമിലാണ് കൂടുതലും അങ്ങനെ കർണാട്ടിക്കൊക്കെ പഠിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ, ഇപ്പം പാട്ട് പൊതുവേ ആളുകൾ മ്യൂസീഷ്യൻസ് ആയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ പാട്ട് പഠിക്കുന്നവരുണ്ട്, പാട്ട് പഠിക്കാത്തവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മരിയയുടെ ലൈഫിൽ ശരിക്കും ഈശോ അത് ഭയങ്കരമായിട്ട് മരിയനെ ചൂസ് ചെയ്തു എന്നുള്ളത് എനിക്കിങ്ങനെ പലതവണ തോന്നിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ ഒത്തിരി ആളുകളിലേക്ക് ഒരു വേറൊരു ഒരു വേറൊരു അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിൽ മരിയയുടെ വോയിസിനെ ഈശോ പലപ്പോഴും യൂസ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എന്നും തോന്നാറുണ്ട് അങ്ങനെ. കാരണം ഞാനൊരിക്കലും പാട്ടിൻ്റെ ഈ ഫീൽഡിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളെ അല്ല. ഒന്നാമത്തെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പിന്നെ കുറച്ചും കൂടെ ഞാനൊരു ജോലിയൊക്കെ ആയിട്ടൊരു സെക്യൂർ ലൈഫ് സ്റ്റൈൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ സംഗീതം പഠിക്കുന്നത് സുനിൽ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്താണ്. അപ്പം ഈ സാറിലേക്ക് ഞാൻ വരുന്നത് തന്നെ എൻ്റെ കാറ്റഗിസത്തിന് മെലു ടീച്ചർ മ്യൂസിക് ടീച്ചറാണ്. ഞങ്ങളെ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് മാമിന് എൻ്റെ പ്രായത്തിലൊരു മോനുണ്ട്. അപ്പോൾ ഞങ്ങളെ അവൻ തന്നെ പാട്ട് പഠിക്കാൻ ഇരിക്കാത്തതുകൊണ്ട് എന്നാൽ നിങ്ങളെ ഒരുമിച്ചിരുത്താന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പിന്നീട് അങ്ങനെ പാട്ട് പഠിച്ചു. പിന്നെ സാറ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് സ്ഥലം മാറി പോയിരുന്നു. അപ്പോൾ അവരാണ് എന്നെ നിർബന്ധിച്ച് അടുത്ത ആളുടെ അടുത്ത് പാട്ട് പഠിക്കാൻ വിടുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരെ ദൈവം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ഏഞ്ചൽസ് വോയിസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയും പിന്നെ ഹോളി ബീറ്റ്സിലൂടെയും അങ്ങനെ ഓരോ സ്ഥലത്തും ദൈവം ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, പല ഗോഡ് ഫാദേഴ്സ് അല്ലേ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പേരൻസിനൊക്കെ എന്താ അവരുടെ ഒരു അഭിപ്രായമൊക്കെ എന്താ? കാരണം ഇങ്ങനെ വീട്ടിൽ അങ്ങനെ ആരും പാടുന്ന ആൾക്കാരില്ല, മരിയയ്ക്ക് ഇത്രയും ഒരു റെക്കഗ്നീഷനൊക്കെ കിട്ടുന്നു, അവരുടെയൊക്കെ ഒരു ഇഷ്ടമാണോ? എൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. എസ്പെഷ്യലി അമ്മയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് അമ്മയ്ക്ക് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ദൈവം എനിക്ക് പാടാനുള്ള ഒരു കഴിവ് തന്നതെന്നാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവാണ് എൻ്റെ പപ്പയും അമ്മയും സിബ്ലിങ്സും. ഈവൻ കസിൻസ് ആണെങ്കിൽ പോലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എൻ്റെ പാട്ടും ഈ കരിയറിലുള്ള ഗ്രോത്തും എല്ലാം കാണുന്നത്.